എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക്, ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. അത് പൂരാട നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പൂരാട നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം, മലയാള പുതുവർഷം എന്താണെന്ന് നോക്കാം. ഇവർക്ക് വേഴം 7-ൽ ആണ് നിൽക്കുന്നത്. വേഴം 7-ൽ നിൽക്കുന്നത് ഗുണകരമാണ്. കുടുംബ സുഖം കിട്ടും. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാമ്പത്യ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് 7. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ഭാര്യയായിട്ട് നല്ല വിധത്തിൽ ഒരുമിച്ച് കുടുംബ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. അതേപോലെ തന്നെ കുടുംബ സുഖം കിട്ടും. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാനും ഒക്കെ വേഴം 7-ൽ, വിവാഹം പോലെയുള്ള കാര്യങ്ങൾ, വിവാഹങ്ങൾക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനും, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് അതിനുള്ള നല്ല ഒരു സമയവും കൂടിയാണ് വേഴം 7-ൽ നിൽക്കുന്ന സമയം. അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം 7-ൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അതുകൂടാതെ ശനി 4-ലാണ് നിൽക്കുന്നത്. ശനി 4-ൽ നിൽക്കുന്നത് കണ്ടകസ്ഥാനമാണ്. കണ്ടകസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കൂടിയാണ്. അപ്പോൾ ഈ കണ്ടകശനി വളരെയധികം ദോഷങ്ങൾ തരും. ചില കാര്യങ്ങളല്ല, ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം പ്രവൃത്തിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. കണ്ടകസ്ഥാനത്ത് ശനി നിന്നാൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ പ്രവൃത്തി സംബന്ധമായോ തടസ്സങ്ങൾ ഉണ്ടാകാം, മനോവിഷമങ്ങൾ ഉണ്ടാകാം. 4 മനസ്സിൻ്റെ ഭാവം കൂടിയാണല്ലോ. അപ്പോൾ മനോവിഷമങ്ങൾ ഉണ്ടാകാം. പിന്നെ സ്വദേശത്ത് നിന്ന് മാറി താമസിക്കുവാനോ അല്ലെങ്കിൽ വിദേശത്ത് യാത്ര ചെയ്യാനോ വിദേശയാത്ര ചെയ്യാനോ ഒക്കെ ഇവർക്ക് സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഇതുകൂടാതെ 4 മാതൃസ്ഥാനം കൂടിയാണ്. അപ്പം മാതൃസ്ഥാനത്ത് ശനി നിൽക്കുന്നത് മാതൃവിരോധം കിട്ടാനും മാതൃജന ദുരിതത്തിനും ഇടയാകുന്നതാണ്. ശനി 4-ൽ നിൽക്കുന്നത് അപ്പോൾ ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല. ഇവരെ സംബന്ധിച്ച് രാഹു 3-ലാണ് നിൽക്കുന്നത്. 3 എന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനമാണ്. അപ്പോൾ സഹോദര സ്ഥാനത്ത് 3, 6, 11-ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യും. അപ്പം 3-ൽ നിൽക്കുന്ന രാഹു സഹോദര ഗുണം ഉണ്ടാക്കി തരും. സഹോദരങ്ങളെ കൊണ്ട് നേട്ടമുണ്ടാകും. ബന്ധുമിത്രാദികളെ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. സഹോദരന്മാരിൽ നിന്നും ധനനേട്ടങ്ങളുണ്ടാകും. സഹോദരന്മാർ തമ്മിൽ അല്ലെങ്കിൽ സഹോദരിമാർ തമ്മിൽ എല്ലാവരും ഐക്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഈ 1201 മലയാള പുതുവർഷം പൂരാട നക്ഷത്രക്കാർക്ക് കഴിയും. ഇതുകൂടാതെ കേതു 9-ലാണ് വരുന്നത്. അത് ദോഷം ചെയ്യും. 9-ലെ കേതു ദോഷാനുഭവങ്ങൾ തരും. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹം വന്നാൽ ഭാഗ്യ തടസ്സങ്ങളുണ്ടാവും. നമ്മളിലേക്ക് വരേണ്ട പല കാര്യങ്ങളും തടയപ്പെടും. എന്ത് കാര്യത്തിൽ ചെന്ന് ഇടപെട്ടാലും അവിടെ പ്രവൃത്തി സംബന്ധമായിട്ടും ഭാഗ്യ സംബന്ധമായിട്ടും ദോഷങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൂടാതെ 9 എന്ന് പറയുന്നത് പിതാവിൻ്റെ സ്ഥാനവും കൂടിയാണ്. അപ്പോൾ പിതാവിൻ്റെ സ്ഥാനത്ത് കേതു നിൽക്കുമ്പോൾ അപ്പോൾ പിതാവിൽ നിന്നും കിട്ടേണ്ട നേട്ടങ്ങളോ അല്ലെങ്കിൽ പിതാവിൽ നിന്നും അതൃപ്തിയോ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പൂരാട നക്ഷത്രക്കാർക്ക് പിതൃസ്വത്ത് കിട്ടാനായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണവും ദോഷവും കാണുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമായിരിക്കും 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം. ഇതിന് പരിഹാരമായിട്ട് ശാസ്ത്രപ്രീതി നേടുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം, എള്ളു നിവേദ്യം, എള്ളു പായസ നിവേദ്യം, ശനീശ്വര പൂജ, ഇതെല്ലാം നടത്തുന്നത് ശനീശ്വരന് തൃപ്തികരമാണ്. അതുകൂടാതെ ശനീശ്വരന് ഏറ്റവും കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ദാനധർമ്മങ്ങളാണ്. ശനീശ്വര പ്രീതിക്കായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. അതുകൂടാതെ ഗണപതിക്ക് വഴിപാട് നടത്താം. ഗണപതിക്ക് ത്രിമധുരം നിവേദിക്കാം, കർഗമാല ചാർത്താം, വിഘ്നഹര പുഷ്പാഞ്ജലി നടത്താം, നാളികേരം ഉഴിഞ്ഞി നാളികേരം അടിക്കാം. ഇതെല്ലാം ദോഷാനുഭവങ്ങൾ, ഗണപതിയെ കൊണ്ടുള്ള ദോഷാനുഭവങ്ങൾ
തീരുന്നതിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ശാസ്താപ്രീതിയും ഗണപതി ഭഗവാനി വഴിപാടും നടത്തുന്നത് ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് അവസരം തരുന്നതാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.